നീ ഇപ്പൊ എങ്ങോട്ടാ? നീ ഇപ്പൊ അങ്ങോട്ടൊന്നും പോകണ്ട. ആ കുട്ടിയുടെ നന്മയാണ് അച്ഛൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ഞാൻ മഹാദേവന് വാക്കുകൊടുത്തു. പ്രശ്നം ഉണ്ടാക്കാനല്ല, അച്ഛൻ എന്നെ വിശ്വസിക്കണം. മറ്റൊരാളുടെ ഭാര്യയാകാൻ അവള് സമ്മതിച്ചെങ്കിൽ പിന്നെ ഞാനെന്തിനാച്ച ഒരു ഒഴിയാബാധയാവണേ? പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളൊന്ന് കാണണം. അച്ഛൻ എന്നെ തടയരുത്. ചേട്ടാ അവൻ നിക്കടാ അവിടെ. നിന്നോടാ പറഞ്ഞത് നിൽക്കാൻ. തൊട്ടുപോലെ തന്നെ പഴയ പ്രകാശനല്ല ഞാൻ. എന്റെ ദേഹത്തകം തൊട്ടാ എന്തിയോടാ? വീണ്ടും നീ എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത്? ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. പിന്നെ എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് പൊന്നൂനൊന്ന് കാണണം. സാധ്യല്ല, അവളെ കാണാൻ പറ്റില്ല. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. എന്റെ അച്ഛൻ തന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കില്ല. ഞാൻ താലി കെട്ടിയ പെണ്ണാവള് എന്ന് കരുതി അവകാശം സ്ഥാപിക്കാനോ ബഹളുണ്ടാക്കി പിടിച്ചിറക്കി കൊണ്ടുപോകാനോ വന്നതല്ല. എനിക്കവളൊന്ന് കാണണം, 2 വാക്ക് സംസാരിക്കണം. എന്നിട്ട് ഞാൻ പൊക്കോളാം. നീ വാ. കൊള്ളാല്ലേ? ഇത് നോക്കേ. നിങ്ങളെല്ലാവരും കുറച്ചു നേരത്തേക്ക് അവൻ വന്നിട്ടുണ്ട്, പ്രകാശൻ. അവന് നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ സമ്മതിച്ചു. ഡാഡി പറഞ്ഞതൊക്കെ മോക്ക് ഓർമ്മയുണ്ടല്ലോ? ചെല്ല്. പക്ഷെ ഒരു കാര്യം, എനിക്ക് തന്ന വാക്ക് തെറ്റിക്കരുത്. ഇല്ല. പേടിക്കണ്ട. സൗഭാഗ്യങ്ങളൊന്നും തട്ടിപ്പറിക്കാൻ വന്നതല്ല. എന്നോട് വെറുപ്പാണെന്നറിയാം, പക്ഷെ എനിക്ക് വെറുക്കാൻ പറ്റില്ല, മരണം വരെ. പറഞ്ഞുകൊണ്ടാരെയും ഞാനിതുവരെ ചതിച്ചിട്ടില്ല. ഒരു സങ്കടമുള്ളൂ, എന്റെ സത്യാവസ്ഥ 2 പേരെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. ഒന്നെന്റെ അമ്മയും പിന്നെ നിന്നെയും. എന്റെ അമ്മ ഇന്നില്ല. നിന്നെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി അറിയിച്ചിട്ടും കാര്യമില്ലല്ലോ. ഇത് വാങ്ങണം, എന്റെ കല്യാണ സമ്മാന. ഇത് മേലനങ്ങാതെ ഉണ്ടാക്കിയതല്ല. ഇതിലെന്റെ വേർപ്പുണ്ട്. ഒരപശകനായിട്ട് ഇനി ഒരിക്കലും ഞാൻ കൺമുമ്പിൽ വരില്ല. നല്ലതേ വരൂ. ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങോട്ടാ പോണേ? ഡാഡി പറഞ്ഞ ഓർമ്മയില്ലേ?
അവളുടെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടുമ്പോൾ ഈ ലോകത്ത് ഞാൻ ഉണ്ടാവരുമെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷെ കഴിഞ്ഞില്ല. അച്ഛൻ്റെയും അമ്പിളിയുടെയും സങ്കടം കാണാനുള്ള ശക്തിയില്ലായിരുന്നു എനിക്ക്. അന്ന് നടവിട്ടതാ. 5 വർഷമായി. എന്നെ അറിയാവുന്ന ആരെയും കണ്ടുമുട്ടരുതെന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇത്രയും നാളും. ചങ്കിനകത്ത് ഇങ്ങനൊരു കനലും കൊണ്ടാണ് നീ ചിരിച്ചു കളിച്ച് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നടന്നിരുന്നതെന്ന് ഞാൻ പോലും അറിഞ്ഞില്ലോടാ. ചിലപ്പോ ഇങ്ങനൊരു അപകടത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ജീവനെടുക്കാൻ തോന്നിപ്പിക്കാതെ ഈശ്വരൻ എന്നെ കാത്തുരക്ഷിച്ചത്. ഈ പൊന്നു എങ്ങനെ ഇവിടെ എത്തിയെന്ന എനിക്ക്. മാരേജ് ചെയ്തു വന്നത് ഇവിടെ ആയിരിക്കും. ആ, എന്തായാലും നീ അവളെ ഒന്ന് കാണണം. വേണ്ട, ഇനി ഒരിക്കലും കൺമുമ്പിച്ചില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായില്ലേ പ്രകാശ. ഇപ്പൊ ഒരിക്കൽ കൂടി നീ അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുക. അതവൾ അറിയണം. അതെടാ, നീ പോണം, അവളെ കാണണം. പക്ഷേ ഒരു പക്ഷേയില്ല. നീ എന്റെ കൂടെ വരുന്നു. ഇവിടെ ഏത് പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പൊന്നൂന്നോ അതോ? ഉത്തരാന്നാ കൊടുത്തത്. ആ. ഹലോ തോമസ്. ആ ഹലോ ഡോക്ടർ മേനോൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ ഈ സെക്ഷനിലേക്ക്? ഇത് മിസ്റ്റർ പ്രകാശൻ, എന്റെ നെയ്ബറാണ്. ഇയാളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ റോഡ് ആക്സിഡന്റിൽ പെട്ട് ഇന്നലെ രാവിലെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അതിന്റെ വിവരം ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. കുട്ടി എന്ന് പറയുമ്പോ മാരേജ് കഴിഞ്ഞതാ. മലയാളിയാണോ? അതെ, ഉത്തരാന്ന പേര്. ആ പേഷ്യന്റിനെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയല്ലോ. കൊണ്ടുപോയോ? ഞാനാണ് അവർ അറ്റൻഡ് ചെയ്തത്. ഓ. ഫേസിലാകെ ബ്ലഡ് സ്പ്രെഡ് ചെയ്തിരുന്നു. ഫോർ ഹെഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൈനർ ഇഞ്ചുറി ഉണ്ടായിരുന്നുള്ളൂ. അത് സ്റ്റിച്ച് ചെയ്തു. പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പേഷ്യന്റ് ഒന്നിനോട് റിയാക്ട് ചെയ്യാതിരുന്നോണ്ടാണ് ഒബ്സർവേഷന് വേണ്ടി ഐസിയുലേക്ക് മാറ്റിയത്. അല്ല, ആ കുട്ടി മെന്റൽ അസൈലത്തിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അത് ഇവര് തമ്മിൽ കണ്ടിട്ട് കുറെ കാലമായി. ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ട് പ്രകാശൻ ആളെ തിരിച്ചറിഞ്ഞതാ. ഓ, ഐ സി. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത് ആരാണെന്ന് അറിയാമോ ഡോക്ടർ? ആ പേഷ്യന്റിന്റെ ഫാദർ ലോയും പിന്നെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരുടെ അഡ്രസ് വല്ലതും ഉണ്ടോ? റിസപ്ഷനിലുണ്ടാവും. താങ്ക് യു ഡോക്ടർ. ഓക്കെ. വാ. ഇറങ്ങ്.